നന്ദി എന്ന് പറഞ്ഞേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദി എന്ന് പറഞ്ഞാട്ടെ. ഓ ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു. അപൂർത്തികളുടെ പ്രവൃത്തിയുടെ മഹത്വം ഇന്ന് രാത്രി അമേൻ ഈ ഹോളിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അമേൻ വിശ്വസിക്കുന്നവരിലേക്ക് അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിച്ച് ആരാധിച്ചേ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ ചരിത്രം മാറുന്ന രാത്രിയാണ്. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് പലതിനെ തൊട്ടുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ആമേൻ. യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ നന്ദി അർപ്പിച്ചേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അവന്റെ മരണത്താൽ, പുത്രന്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കിക്കളഞ്ഞ യേശു മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. നിന്നുയർപ്പിലൂടെ ജീവൻ പകർന്നു. മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. നിന്നുയർപ്പിലൂടെ ജീവൻ പകർന്നു. ചേർന്ന് മരണത്താൽ, നിൻ മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. നിന്നുയർപ്പിലൂടെ ജീവൻ പകർന്നു. മരണത്താലേ, നിൻ മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. നിന്നുയർപ്പിലൂടെ ജീവൻ പകർന്നു. യേശുവേ എൻ ജീവനേ, അങ്ങന്റെ ഉറവിടമേ. ഓ യേശുവേ എൻ ജീവനേ, അങ്ങന്റെ ഉറവിടമേ. യേശുവേ എൻ ജീവനേ, അങ്ങന്റെ ഉറവിടം. യേശുവേ എൻ ജീവനേ, അങ്ങന്റെ ഉറവിടം. മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. നിന്നുയർപ്പിലൂടെ, നിന്നുയർപ്പിലൂടെ ജീവൻ പകർന്നു. ഓഹോ, നിൻ മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. നിന്നുയർപ്പിലൂടെ, നിന്നുയർപ്പിലൂടെ ജീവൻ പകർന്നു. വർക്കിക്കൂടെ, നിൻ മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. നിന്നുയർപ്പിലൂടെ ജീവൻ പകർന്നു. മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. നിന്നുയർപ്പിലൂടെ, നിന്നുയർപ്പിലൂടെ ജീവൻ പകർന്നു. അതനുഭവിക്കുന്നവർ പാടുകേ. യേശുവേ എൻ ജീവനേ, എൻ ജീവനേ, അങ്ങന്റെ ഉറവിടമേ. യേശുവേ എൻ ജീവനേ, അങ്ങന്റെ ഉറവിടമേ. യേശുവേ എൻ ജീവനേ, അങ്ങന്റെ ഉറവിടമേ. നിൻ മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. ഉയർപ്പിലൂടെ, നിൻ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു. നിൻ മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. ഉയർപ്പിലൂടെ, നിൻ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു. ശബ്ദമുയർത്തി. നിൻ മരണത്താലേ മരണത്തെ തോൽപ്പിച്ചു. ഉയർപ്പിലൂടെ ജീവൻ പകർന്നു. ഓ യേശുവേ എൻ
ജീവനേ ജീവനേ അങ്ങന്റെ ഉറവിടമേ യേശുവേ എൻ ജീവനേ ജീവനേ അങ്ങന്റെ ഉറവിടമേ യേശുവേ എൻ ജീവനേ ജീവനേ അങ്ങന്റെ ഉറവിടമേ യേശുവേ എൻ ജീവനേ അങ്ങന്റെ ഉറവിടമേ മരണത്താൽ മരണത്തെ തോൽപ്പിച്ചു നിൻ ഉയർപ്പിലൂടെ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു മരണത്താൽ മരണത്തെ തോൽപ്പിച്ചു നിൻ ഉയർപ്പിലൂടെ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു ഒരിക്കൽ കൂടെ നിൻ മരണത്താലെ മരണത്താലെ മരണത്തെ തോൽപ്പിച്ചു അത് അനുഭവിക്കുന്ന പാടിക്കേ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു മരണത്താലെ മരണത്തെ തോൽപ്പിച്ചു ഉയർപ്പിലൂടെ ജീവൻ പകർന്നു യേശുവേ എൻ ജീവനേ അങ്ങന്റെ ഉറവിടമേ യേശുവേ എൻ ജീവനേ അങ്ങന്റെ ഉറവിടമേ യേശുവേ അങ്ങന്റെ ഉറവിടമേ യേശുവേ എൻ ജീവനേ അങ്ങന്റെ ഉറവിടമേ എൻ യേശുവേ. ഒരു കരമാറോട് ചേർത്ത് വെച്ച് ഇന്ന് രാത്രിയിൽ ജീവനുള്ള ദൈവത്തെ ജീവനോട് ആരാധിച്ചുകൊണ്ട് ശക്തിയോടെ എൻ യേശുവേ എൻ ജീവനേ അങ്ങന്റെ ഉറവിടമേ നിൻ മരണത്താലെ മരണത്തെ തോൽപ്പിച്ചു ചേർത്ത് പാടിയേ നിൻ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു നിൻ മരണത്താലെ മരണത്തെ തോൽപ്പിച്ചു നിൻ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു ഒരിക്കൽ കൂടി ശക്തിയോടെ നിൻ മരണത്താലെ മരണത്തെ തോൽപ്പിച്ചു നിൻ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു എല്ലാവരും ചേർന്ന് ഓ നിൻ മരണത്താലെ മരണത്തെ തോൽപ്പിച്ചു ശക്തിയോടെ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു നിൻ മരണത്താലെ മരണത്തെ തോൽപ്പിച്ചു നിൻ ഉയർപ്പിലൂടെ ജീവൻ പകർന്നു ഒരു കരമാറോട് ചേർത്ത് എൻ യേശുവേ എൻ ജീവനേ അങ്ങന്റെ ഉറവിടമേ എൻ യേശുവേ എൻ ജീവനേ അങ്ങന്റെ ഉറവിടമേ എൻ യേശുവേ എൻ ജീവനേ അങ്ങന്റെ ഉറവിടമേ ഓ എൻ യേശുവേ എൻ ജീവനേ അങ്ങന്റെ ഉറവിടമേ എനിക്ക് വേണ്ടി സകലം കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ നല്ല കർത്താവാണ്
ആ യേശുവിന് ആരാധന, ആ യേശുവിന് സ്തുതി. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന്, മുഴുവൻ വിലയും കൊടുത്തു കഴിഞ്ഞുവെന്ന് ഓ ഞാൻ വിശ്വസിക്കുന്നു. ഓ ഞാൻ ആശ്രയിക്കുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ചേർന്ന് പറയുക സഹോദരങ്ങളെ, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവത്തിന്റെ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. 64-ലധികം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി ജനലക്ഷങ്ങൾ ഭൂലോകത്തിന്റെ 5 വൻകരകളിലും അത്ഭുതങ്ങളിലേക്ക് നടന്ന കൺഫെഷനാണ്, പ്രഖ്യാപനമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി പവർഫുൾ. ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മോർ ദാൻ 65 ലാംഗ്വേജസ് ഓൾ അറൗണ്ട് ദ വേൾഡ്. വെൻ യു റൈറ്റ് ദിസ് വേർഡ്സ്, believe and confess, then you will see the mighty power of God is moving. And when you proclaim that word, where it contains the power of God, when you realize the power in the word of God, when you utter that word, you will see the manifestation of the word of God. Come on, people of God, let us hold it together, confess it together. ഒരുമിച്ച് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. കണ്ണു തുറക്ക, ഇങ്ങോട്ട് നോക്കുക. രോഗികളായിരിക്കുന്ന മക്കള് അനുരഞ്ജനം കൂടാതെ ഇന്ന് രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ വെക്കുക. തൻ്റെ ഇടത്തോടെ പറയുക, മടിച്ചോണ്ടല്ല. കാരണം ഇത് എവിടെയോ ആരോ പറഞ്ഞ സിദ്ധാന്തമല്ല, ഇതാണ് സത്യം. എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചു. ചേർന്ന് പറഞ്ഞു, എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചു. മടിക്കാതെ പറയുക, എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി രോഗിയാവുകയില്ല. കമോൺ, നമ്മൾ ഒരുമിച്ച് അത് കൺഫസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് പർട്ടിക്കുലറായിട്ട് കൈകൾ വെച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ഈ വാക്കുകളെ ഏറ്റുപറയുക. ഈ സമയത്ത് തന്നെ ഹീലിംഗ് നടക്കുന്ന കാണാം. ശരീരം മുഴുവൻ രോഗമുള്ളവർ തലയിലേക്ക് കൈവച്ചോണം. ഹല്ലേലൂയ. ഓരോ പർട്ടിക്കുലർ ഏരിയയിൽ രോഗപ്രയാസത്താലായിരിക്കുന്നവർ, ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സിക്നസ്സുകളുടെ മേൽ കൈ അമർത്തി വെച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക. ഇപ്പോഴതിൻ്റെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ഇടയിൽ കാണാൻ പറ്റും. ഞാൻ വെറുതെ പറയുകയല്ല, കാരണം അത് അത്രയ്ക്ക് പവർഫുള്ളാണ്. ഞാൻ ഈ ദിവസങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് തരുന്നത്. പെട്ടെന്ന് മടിക്കാതെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ വെക്കുക. എത്ര പ്രാർത്ഥിച്ച് മടുത്ത വിഷയമായിക്കോട്ടെ, ചോദിച്ച് തോറ്റുപോയെന്ന് നിങ്ങൾക്ക് തോന്നിയ വിഷയമായിക്കോട്ടെ, ഇന്നതിന് പരിഹാരമുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. വന്ധ്യതയുടെ ശാപങ്ങൾ ഇന്നിവിടെ അഴിഞ്ഞു വീഴും. ഹല്ലേലൂയ. മണിക്കൂറുകളും ദിവസങ്ങളും പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത് ഇന്ന് തിരിച്ചറിയുമ്പോൾ, നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് തിരിച്ചറിയുമ്പോൾ എന്നിലും നിങ്ങളും അത് വെളിപ്പെടാൻ പോകുകയാണ്. വേഗത്തിൽ കൈവെക്കുക, ചേർന്ന് പറയുക, എൻ്റെ ഈ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ. മടിക്കാതെ പറയുക, എൻ്റെ ഈ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യാരോഗ്യവുമുണ്ട്. മടിക്കാതെ പറയുക, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യാരോഗ്യവുമുണ്ട്. ഒന്നുകൂടെ പറയുക, യേശുവിനെ. ഇത് റോമർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യമാണ് ഞാനും പറയുന്നത്. എന്താണ് ആ വാക്യമെന്ന് അറിയാലോ? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. അതാണ് ആ വചനം. മർത്യ ശരീരത്തെ ജീവിപ്പിക്കും, അതാണ് ആ വചനം. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ അതാണ് കോൺഫസ് ചെയ്യുന്നത്. അതൊന്ന് എന്നോട് ചേർന്ന് കൈ വെച്ചുകൊണ്ട് പറയുക, എൻ്റെ ഈ രോഗം യേശുവിനെ
മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യാരോഗ്യവുമുണ്ട്. ഞാൻ ഈ രോഗത്തെ തിരസ്കരിക്കുന്നു. എൻ്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. മടിക്കാണ്ട് പറയുക, എൻ്റെ രോഗത്തെ ഞാൻ തിരസ്കരിക്കുന്നു, എൻ്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ, ഇപ്പോൾ തന്നെ എൻ്റെ ശരീരത്തെ സ്പർശിക്കണമേ. യേശുവേ, സ്തുതി കർത്താവേ. വൈറ്റ് ഷോൾ ഇട്ട് ആ മകൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്ന ഞാൻ കാണും. സിസ്റ്റർ ഒന്ന് കരമുയർത്താമോ? എന്താ പേര് വൈറ്റ് ഷോൾ ഇട്ടിരിക്കുന്ന കരമുയർത്തേക്ക്. എന്താ പേര്? ഫെലീഷ്യ. ഓ ജീസസ്, ജീസസ് ഈസ് ടച്ചിങ് യു. മകളെ, യേശു നിന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് വേർഡ് കൺഫസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ഒരു ഏരിയയിൽ ഇറ്റ്സ് ഇൻ ദ റൈറ്റ് സൈഡ്. It's in the right side. Bring her. Jesus. What's your problem here? Last how many years you are suffering with this? Oh, Jesus. You know what Jesus says? He's setting you totally free. You know this one, right? Huh? ഈ ഇയറിൻ്റെ അകത്തുള്ളൊരു ഓ ലോർഡ് ജീസസ്. ഈ മകള് ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുകയെന്ന് തോന്നുന്നു. സീയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, റൈറ്റ്? യെസ് വി ആർ സീയിങ്. ഓക്കെ. പക്ഷേ ആ മകൾ അവിടെ നിന്ന് ഇത് കൺഫസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ശക്തി ഇവളുടെ ഈ ഏരിയയിൽ വരുന്നത് കർത്താവിനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ മകളെ പെർഫെക്റ്റ് ആയിട്ട് ഹീൽ ചെയ്യുകയാണെന്ന്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ മിനിറ്റിൽ തന്നെ കർത്താവേ, ഓ ഹല്ലേലൂയ, നീ മരണത്തിനാലെ നീ മരണത്തെ തോൽപ്പിച്ചു. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. രോഗം ശീലിച്ചവനായി യേശു മാറിയത് ഞങ്ങൾ രോഗികളാകാതിരിക്കാൻ വേണ്ടിയാണ്. താങ്ക് യു ജീസസ്. ഈ മകൾക്ക് ഇനി അത് വേണ്ട. ഈ റൈറ്റ് ഇയർ എന്ന് കേട്ട് വന്നേ പറ്റൂടൂ. യേശുവിൻ്റെ നാമത്തിൽ അതിനകത്ത് തങ്ങി നിൽക്കുന്ന പ്രഷർ ഇപ്പോൾ റിലീസാവട്ടെ. ആ വെയിൻ ഡാമേജുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ. അതിനകത്ത് യേശുവിൻ്റെ കൃപയുടെ വസന്തം ഇറങ്ങട്ടെ. It's leaving. That spirit is leaving. Oh, Jesus. Oh, മകള് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. It's a perfect healing, brother. It's a perfect healing. Oh my Jesus. ഈ ഒരു വർഷം മുഴുവൻ അവരെ കർത്താവ് സൗഖ്യമാക്കി. പ്രഷർ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇയറിൻ്റെ പ്രഷറുണ്ട്. അതാ പർട്ടിക്കുലർ വേർഡ് കർത്താവ് പറഞ്ഞു, പ്രഷർ റിലീസ്. യെസ് അത് പ്രഷർ ഉണ്ടായിരുന്നു. ഇയറിൻ്റെ അകത്ത് ഫ്ലൂയിഡ് അത് കയറി പ്രഷർ ഏതാണ്ടൊരു ആ പ്രഷർ കർത്താവ് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പം. ജീസസ്. ഞങ്ങൾ കാണിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിനെപ്പറ്റി ഒരു ഇത് നമ്മൾ നോക്കിയില്ല. ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു. അങ്ങനെ Jesus, bring it back. Jesus. Oh, it's a perfect healing. Thank you, Lord Jesus. His family is coming for the first time and Jesus is healing him, healing her. So what a wonderful healing is this. Give a wonderful clap offering to the Lord. Our Lord is here tonight. Lord, I thank you for this wonderful family. Name of Jesus. Name of Jesus. Jesus' mighty name. Yeah, enjoy your life. Thank you, brother. Oh, Jesus is moving. ഞാനിതാ പറഞ്ഞത് അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കൺഫെഷൻ ആണ്. നിങ്ങൾ കണ്ണാടി വെച്ച ബ്ലാക്ക് ഓ ഓടി മകളെ, യേശു നിന്നെ സൗഖ്യമാക്കും. ഓ ജീസസ്. നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ the glory of the Lord was moving upon you. You know what Jesus says? Oh Jesus. Hallelujah. Jesus. തൈറോയിഡിസത്തിന്റെ പിടിയിൽ നിന്ന് കർത്താവ് നിന്നെ രക്ഷിക്കുക. ഓ ഈ തലയിൽ കൈവെക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, തൊണ്ടയിൽ നിന്ന് കർത്താവ് ഓ ഓ ഓ
യേശുവേ എന്ന് വിളിച്ചോ. ഓ, അവരുടെ മേൽ ദൈവിക സ്പർശനം നടന്നുകൊണ്ടിരിക്കുന്ന കാണുക. ടച്ച് ഓഫ് ജീസസ്. ഓ, വന്ന് നിറയുന്ന ഒരു സ്പർശനം കൊണ്ട് ഈ മകൾ നിറയട്ടെ ഇപ്പോൾ തന്നെ. ഓ, വന്ന് നിറയുന്ന, ഓ ദ ഗ്ലോറി. കാണുക, കാണുക, ഈ മകളെ യേശു സൗഖ്യമാക്കുന്നത് കാണുക. ഹൈപ്പോ തൈറോയിഡിസം ഈ ശരീരത്തിൽ നിന്ന് കത്തിക്കരിഞ്ഞു പോകുന്ന കാണുക. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി ഈ മകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് എല്ലാവരും യേശുവിനെ സ്തുതിക്കുക. എല്ലാവരും യേശുവിനെ സ്തുതിക്കുക. യേശുവേ സ്തുതി. Lord, I thank you for this wonderful sister. Thank you for the way that you are stretching your hand. Thank you for the way that you are setting your daughter free. You are alive. Yes, Jesus, you are alive. Thank you. In Jesus' name. Amen. Explain me. What's your problem? എന്നായിരുന്നു പ്രശ്നം? ഹൈപ്പോതൈറോയിഡ്. Oh, Jesus. സിസ്റ്റർ, നിങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ ആ പർട്ടിക്കുലർ വേർഡ് കർത്താവ് എന്നോട് പറഞ്ഞു. തൈറോയിഡിസത്തെ ഞാൻ ശാസിക്കുകയാണ്. ഹൈപ്പോ തൈറോയിഡിസത്തെ ഞാൻ ശാസിക്കുകയാണ്. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുക ആണോ? ആദ്യമായിട്ടാ. ഇതിനു മുമ്പ് എവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല? ഇല്ല, ഞാൻ യൂട്യൂബിൽ. അയ്യോ, അത് വലിയ കഷ്ടമായി. എവിടെയെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. 7 മാസം കൂടെ നോക്കിയിരിക്കുകയായിരുന്നു ഈ മീറ്റിംഗ് വരാൻ. അതെ. ഓ, താങ്ക് യു ജീസസ്. 7 മാസം കൊണ്ട് ആ മകൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഈ മീറ്റിംഗ് നടക്കാൻ വേണ്ടി. ലോർഡ്, ഐ താങ്ക് യു. സിസ്റ്ററെ, കഴിയുമെങ്കിൽ നാളെ തന്നെ ചെക്കപ്പിന് വിധേയമായിക്കോ. അത്ഭുതകരമായിട്ട് നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. മൂന്ന് കാര്യങ്ങൾ ഒരൊറ്റ അടിക്ക് സൗഖ്യമാകുന്നതായിട്ട് കർത്താവിനെ കാണിച്ചു. 1 ഹൈപ്പോ തൈറോയിഡിസം ആണ്. 2 ഹോർമോണൽ ഇൻബാലൻസ് ആണ്. ജീസസ്, അത് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരും, പിന്നെ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകും. ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുക. അതിനെ കർത്താവ് പെർഫെക്റ്റ് ആയിട്ട് ഹീൽ ചെയ്തിരിക്കുക. ഹല്ലേലൂയ ജീസസ്. ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്ന സഹോദരനെ കണ്ടോ? ആ സഹോദരനെ ഞാൻ വിളിക്കും. പുള്ളിക്കാരൻ ചിന്തിക്കുക, എനിക്ക് വയറ്റ് പ്രശ്നമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? പക്ഷെ നിങ്ങളുടെ പ്രശ്നം വയറ്റിലല്ല. നിങ്ങളുടെ പ്രശ്നം ഇതാ, ഈ ചെവിയുടെ സൈഡിൽ ഇവിടെ. ഓടിവാ. ഹല്ലേലൂയ. ആ മനുഷ്യൻ അവിടെ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടു കേട്ടോ. യേശു ആ മനുഷ്യനെ അവിടെ സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടു. ദാദാ, ഈ സൈഡാണ്, മറ്റേ സൈഡല്ല, ഇവിടെയാ. സൈറ്റിൽ ആക്സിഡന്റ് ഉണ്ടായതാ. എത്ര വർഷമായി ഇതും കൊണ്ട് നടക്കുന്നു? 4 വർഷം. സോര, ഇത് കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യമാക്കും. ഒരൊറ്റ പ്രാവശ്യം യേശുവിന്റെ നാമം ഒന്ന് മടിക്കാണ്ട് കൈ അങ്ങോട്ട് വെച്ച് വിളിച്ചു. ഒറ്റ പ്രാവശ്യം യേശുവിന്റെ നാമം അങ്ങ് വിളിച്ചു. ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചോ. കർത്താവേ, എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്. ദൂതന്മാരപ്പകലങ്ങി വാഴ്ത്തുന്ന നാമമിത്. എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്. ദൂതന്മാരപ്പകലങ്ങി വാഴ്ത്തുന്ന നാമമിത്. എല്ലാ നാവും പാടിയിടും. Lord, I thank you for this wonderful healing. Perfect. ശരിക്കും സഹോദരന് പോലും അത്ര കണ്ട് ഉറപ്പില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് സൗഖ്യം നടക്കുമെന്ന്. പക്ഷെ കർത്താവ് എന്നാ പറയുന്നതെന്നറിയോ? ഒരു നിമിഷം പോയിട്ട് ഒരു നിമിഷത്തിന്റെ അംശം പോലും വേണ്ട എനിക്കിതിനെ സൗഖ്യമാകാൻ. കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. 4 വർഷവും 3 മാസത്തിനും അടുത്തായി അല്ലേ കഴുത്തിങ്ങനെ തിരിച്ചിട്ട്? അല്ലേ? ചുമ്മാ തിരിച്ചു. ഫാൻ കറങ്ങുന്ന പോലെ കറങ്ങും. ഓ ജീസസ്. പെർഫെക്റ്റ്. കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന. സന്തോഷത്തോടെ ഓടി യേശു അവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവേ, ഡൈജസ്റ്റിംഗ് സിസ്റ്റം
കർത്താവെ, പ്രശ്നമായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോസ്റ്റേറ്റിൻ്റെ പ്രയാസത്താൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂറിൻ ബ്ലാഡറിൻ്റെ ശേഷിക്കുറവിന് വേണ്ടി എതിരെ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ കൃപയുടെ വലിയ വസന്തം ആ മക്കളുടെ ഉദരങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിൻ്റെ ജീവൻ്റെ സമൃദ്ധി വ്യാപരിച്ചിറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പോസ്റ്റേറ്റുകൾ സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ ജീവൻ്റെ സമൃദ്ധി സ്വീകരിക്കട്ടെ. ഓ ഹല്ലേലൂയ ജീസസ്. ജെറി ബ്രദറെ, അവിടെ നിൽക്കുന്ന ആ സഹോദരനെ കർത്താവ് തൊടുന്ന ഞാൻ കാണുന്നു. അതിനപ്പുറത്ത് ആ ബ്രദർ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ബ്രദറിനെ കർത്താവ് സ്പർശിക്കുന്ന കാണും. ജീസസ് ഹല്ലേലൂയ. റിസീവ് യുവർ ഹീലിംഗ് ബ്രദർ. Receive your healing. Jesus is touching you. Jesus is touching you. യേശുവേ എന്ന് വിളിച്ചോ, ഉറച്ചു വിളിച്ചോ. കർത്താവേ, ഉദരത്തിലേക്ക് അങ്ങനെ ശക്തി ഇറങ്ങട്ടെ. ഓ, ആ ജീവന്റെ സമൃദ്ധി അങ്ങോട്ട് ഇറങ്ങട്ടെ. പെർഫെക്റ്റ് ഹീലിംഗ് ഉണ്ടാവട്ടെ. പെർഫെക്റ്റ് ഹീലിംഗ് ഉണ്ടാവട്ടെ. ഈ നിമിഷത്തിൽ തന്നെ ഉണ്ടാവട്ടെ. യേശുവേ, യേശുവേ. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഇങ്ങോട്ടൊന്ന് കൈ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചോ. Healing in Jesus' name. Heal. കഴിഞ്ഞു. എന്നാ പേര്? എത്ര നാളായിട്ട് ഈ അസ്വസ്ഥതയുണ്ട്? 7 years. നിങ്ങൾ അവിടെ ഏറ്റവും പുറകെ നിന്നപ്പം കർത്താവ് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നാം അങ്ങനെ സൗഖ്യമാക്കാതിരിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഇന്നിങ്ങനെ ഒരു ഹീലിംഗ് എക്സ്പെക്ട് ചെയ്തായിരുന്നോ വന്നേ? അല്ല, എക്സ്പെക്ട് ചെയ്ത പോലും ഇല്ല. ചിലപ്പോൾ ഇങ്ങനെ ദൈവത്തിന്റെ സമയം എപ്പോഴാണ്? ദൈവത്തിന്റെ സമയം 2016 വർഷം മുമ്പ് ആയതുകൊണ്ടാണല്ലോ പുത്രനിലൂടെ നമുക്ക് പരിപൂർണ സൗഖ്യം തന്നത്. 2016 years ബാക്ക് ദൈവത്തിന്റെ സമയം യേശു ക്രിസ്തുവിലൂടെ ആയി. ഇനി ബിലീവ് ആൻഡ് റിസീവ് എന്നുള്ള അല്ലാതെ വേറൊന്നും ഇല്ല. ഹല്ലേലൂയ. കർത്താവേ, താങ്ക് യു ജീസസ്. അപ്പം ഞാൻ പറയട്ടെ, ഇത് ഒരു മെക്കാനിസം അല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ക്രിയേറ്റീവ് മിറക്കിൾ. ഒന്നേന്ന് പുതിയതിനെ കർത്താവ് അങ്ങ് സൃഷ്ടിച്ചിരിക്കുക. Hallelujah. It's not a miracle, it's a creative miracle. ഒന്നേന്ന് കംപ്ലീറ്റ് സിസ്റ്റത്തെ കർത്താവ് അങ്ങ് സൃഷ്ടിച്ചിരിക്കുക. യേശുവേ സ്തുതി. ഇപ്പോഴും ഈ മനുഷ്യന്റെ മേലെ ദൈവശക്തി ഇറങ്ങുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ സ്കിൻ ഡിസീസ് ഉള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയും കൂടി ഇപ്പൊ സൗഖ്യമായിക്കൊണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതും ഇപ്പൊ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. അതിനു വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചു. അതിനു വേണ്ടിയും കൂടെ Jesus Lord. Jesus Lord. ഓ, അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി. ഓ ജീസസ് മൈറ്റി ലോർഡ്. ഹല്ലേലൂയ. ഓ, ഇവിടെ ഇപ്പൊ ആരോ ഒരാൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര നട്ടല് വേദനയാണ്, എന്നെ വിളിക്കാത്തതെന്ന്. ആരാ ഇപ്പൊ പറഞ്ഞേ? എനിക്ക് ഭയങ്കര നട്ടല് വേദന, ഇത് എന്നെ ഇടപാടാ, എന്നെ വിളിച്ചില്ല ഇതുവരെ. ആരാ ഇപ്പൊ അത് പറഞ്ഞേ? എനിക്ക് ഭയങ്കര നടുവിന് വേദന, എന്നെ വിളിക്കാത്ത, എനിക്കും സൗഖ്യമാകണ്ട. ആരാ ഇപ്പൊ പറഞ്ഞേ? എന്തിനാ ലജ്ജിക്കുന്നത്? പറയാൻ ധൈര്യമാണെങ്കിൽ പിന്നെ ആ സൗഖ്യം സ്വീകരിക്കാൻ എന്തിനാ ലജ്ജിക്കുന്നത്? നട്ടല്ലുകളെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നട്ടല്ലുകളുടെ മേലെ കർത്താവിന്റെ ജീവന്റെ സമൃദ്ധി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, വിളിക്കുക, നാമത്തെ വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക. ഫാദർ വി താങ്ക് യു. നട്ടലുകൾ സൗഖ്യമാവട്ടെ കർത്താവേ. നട്ടലുകൾ സൗഖ്യമാവട്ടെ കർത്താവേ. നട്ടലുകൾ സൗഖ്യമാവട്ടെ കർത്താവേ. പ്രത്യേകിച്ച് നട്ടലിലെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് അങ്ങയുടെ ദിവ്യകാരുണ്യം ഇപ്പൊ ഇറങ്ങി വരണമേ യേശുവേ. നട്ടലുകളിലേക്ക് അങ്ങയുടെ ജീവനെ പകരണമേ യേശുവേ. നട്ടലുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. പരിപൂർണ സൗഖ്യം, പരിപൂർണ സൗഖ്യം, പരിപൂർണ സൗഖ്യം. ഓ
അവിടേക്കെല്ലാം ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടേക്കെല്ലാം ദൈവശക്തി വ്യാപരിക്കും. സജീവ നിൽക്കുന്നതിന്റെ പുറകിലെല്ലാം ഗ്ലോറി ഓഫ് ഗാഡ് ഈസ് മൂവിങ്. ഇവിടെ എല്ലാം കർത്താവിന്റെ ഭയങ്കര മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവേ യേശുവേ വിളിക്കുക വിളിക്കുക വിളിക്കുക. മോനെ വിളിക്കുക, അവനെ വിളിക്കുക. ജീസസ് ഈസ് ടച്ചിങ് യു. കം 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 കം. വാണ്ട് ടു പ്രേ ഫോർ യു. ജീസസ് 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 ഹല്ലേലൂയ. യേശു നിന്നെ സ്പർശിക്കുന്നു. എനിക്ക് കാണാൻ കഴിയുന്നു കർത്താവിന്റെ സ്പർശനം കൊണ്ട് നിന്നെ നിറയ്ക്കുന്നു. From today onwards, you will be a new creation. നീ ഒരു പുതിയ വ്യക്തിയായിരിക്കും. അതിനു വേണ്ടിയുള്ള ഒരു വലിയ ദൈവ മഹത്വം. Oh, the glory of the Lord is falling. Let him receive the touch of God. ജെറുബ്രറെ ഒന്ന് ഇരുന്ന സഹോദരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കരമായിട്ട് അവനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഭയങ്കര ഒരു ഡിവൈൻ കംഫോർട്ട് കർത്താവ് ആ മകന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ഈ മകളെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. പെട്ടെന്ന് പെട്ടെന്ന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്നെ സ്പർശിക്കുന്നുണ്ട്. യേശുവേ ഇറങ്ങി വരണമേ. ഈ മകള് സൗഖ്യമാകുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ യേശു വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ യേശു വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കർത്താവ് വരുന്നുണ്ട്. ജീസസ്, ഞാൻ കൈവെക്കുന്നതിൽ നല്ല നീ കൈവച്ച് പ്രാർത്ഥിച്ചോ മകളെ. യേശുവേ എന്ന് വിളിച്ചോ. ഉറച്ചു വിളിച്ചോ, ഉറച്ചു വിളിച്ചോ, ഉറച്ചു വിളിച്ചോ. യേശുവിന്റെ നാമം വിളിച്ചോ. ഇത് വലിയ അത്ഭുതത്തിന്റെ സമയമാണ്. യേശുവേ യേശുവേ. അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ വലിയ ഡിവൈൻ ഹീലിംഗ് ആ മകന്റെ മേൽ കർത്താവ്. It's a perfect healing. It's a perfect healing. It's a perfect healing. Speak to the Lord in prayer. കർത്താവിനോട് സംസാരിച്ചോ സഹോദരൻ. യേശുവിന്റെ വലിയ മഹത്വം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. വലിയ യേശുവിന്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഇന്ന് പുതിയ വ്യക്തിയാക്കി നിങ്ങളെ മാറ്റുന്ന അഭിഷേകം ഇറങ്ങുന്നുണ്ട്. യേശുവേ എന്ന് വിളിച്ചോ. യേശുവേ എന്ന് വിളിച്ചോ. യേശുവേ എന്ന് വിളിച്ചോ. യേശുവേ എന്ന് വിളിച്ചോ. എന്റെ മകനെ ഇന്ന് പരിപൂർണമായിട്ട് അവിടെ നിന്ന് വിടുവിക്കുന്ന കൃപയ്ക്കാണ്. നീ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചു? കേട്ടില്ല? എന്റെ നട്ടലിന്റെ വേദനയ്ക്ക് വേണ്ടി തന്നെ. അത് നിന്നെ മുമ്പോട്ട് വിളിച്ചിട്ട് നീ എന്നെ വരാഞ്ഞേ. നിന്നെ മുമ്പ് ഞാൻ കൊണ്ടുപോയിട്ടേ വിടുന്നുള്ള. എന്തായാലും ഞാൻ അവിടെ നിന്ന് വിളിച്ചു. അന്നേരം കർത്താവ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അതാ ഞാൻ നിന്നെ മുമ്പോട്ട് കാണാഞ്ഞുകൊണ്ട് നിന്നെ പുറകെ വന്ന് വിളിച്ചത്. നീ മുമ്പോട്ട് വന്നായിരുന്ന ഞാൻ പുറകോട്ട് വന്ന് വിളിക്കത്തില്ലായിരുന്നു. ഇത് കർത്താവ് ഒരു പെർഫെക്റ്റ് ഹീലിംഗ് ആ തന്നിരിക്കുന്നത് കേട്ടോ. ദേ ചുമ്മാ കുനിയും നെവരും ഒക്കെ അങ്ങ് ചെയ്ത് ചുമ്മാ നിന്ന് നട്ടില് വളഞ്ഞ് കാൽമുട്ട് വളയാതെ ചുമ്മാ നിലത്തെ കൈകൊത്തി വെറുതെ ഒരു 10 പ്രാവശ്യം അങ്ങ് ചെയ്ത് 10 പ്രാവശ്യം അങ്ങ് ചെയ്ത്. ചേച്ചി സൗഖ്യമാണ്. യേശുവേ എന്ന് വിളിച്ചു. പെർഫെക്റ്റ് ആയ മോനെ. പൂർണ്ണ സൗഖ്യം. 100%. 100%. 100. Oh Jesus. Hallelujah. ഇവിടെ എല്ലാം സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യേശു ഹല്ലേലൂയ. ആ നാമത്തെ ഒന്ന് വിളിച്ചേ. എല്ലാരും ഒന്ന് വിളിച്ചേ. എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമമിത്. ദൂതന്മാർ പകലെന്നും വാഴ്ത്തുന്ന നാമമിത്. യേശുവേ എന്ന് വിളിച്ചോ കേട്ടോ. കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി. യേശുവേ എന്ന് വിളിച്ചു. യേശുവേ എന്ന് വിളിച്ചു. യേശുവേ എന്ന് വിളിച്ചു. സ്പർശനം നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് നോക്ക, ഇങ്ങോട്ട് നോക്കുക ചേച്ചി, ഇങ്ങോട്ട് നോക്ക. യേശുവിന്റെ സ്പർശനം ഇപ്പൊ നിങ്ങളുടെ മേൽ വന്ന് ഇറങ്ങും. നിങ്ങളുടെ ഒരു സൈഡ് മുഴുവൻ യേശു ഇപ്പൊ സ്പർശിക്കും. കാണുക, ഇങ്ങോട്ട് നോക്കുക, എല്ലാരും കാണുക. ഇവരുടെ ശരീരത്തിന് ഒതുക്കാൻ പറ്റാത്ത ഒരു ദൈവശക്തിയെ ഈ മകൾ ഇവരുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ ആ ദൈവ മഹത്വം. ഇവരുടെ വീട്ടിലും സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ മകളുടെ മേലെ കഴിച്ചുകൊണ്ട് കർത്താവിനോട് പറയുന്നു, ഇവരുടെ വീട്ടിൽ റോബി എന്ന് വിളിക്കുന്ന റോബിൻ ആരാ? റോബിൻ വിളിക്ക്. റോബി എന്ന് വിളിക്കുന്ന റോബിൻ ആരാ? അയാളും കൂടെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. റോബി എന്ന് വിളിക്കുന്ന റോബിനാണ് അത്. ആണോ? അയാളുടെ ഒഫീഷ്യൽ നെയിം റോബിയാണോ റോബിനാണോ? റോബിൻ. ജീസസ്. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക.
ഈ കേസ് പറയുമ്പോൾ 3 പേരുകൾ എനിക്ക് കാണാൻ കഴിയുന്നു. 1 റോബി, 2 റോബിൻ, 3 റോബിൻസൺ. ഈ 3 പേരുകൾ ഇയാൾക്കുള്ളതാണോ? കേട്ടില്ല. റോബിൻസൺ അതോ ഇയാൾക്കുള്ള പേരാണ്? ഈ കക്ഷി വന്നിട്ടുണ്ട് ഇവിടെ. അയ്യോ, അതിനെ കൊണ്ടുവരണം. അത് സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ ഇത് അതെങ്ങനെയാ വരുന്നത്? ഇയാള് നാട്ടില. ഞാനീ പറഞ്ഞ ആള് നാട്ടില ആണോ? നാട്ടില. പിന്നെ എങ്ങനെയാ വരുന്നത്? അയാൾ അവിടെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഒന്ന് സ്തോത്രം ചെയ്തു. റോബിൻസിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തു. കർത്താവേ, വലിയ 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 കരുണ. ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ചോണ്ട് ഒന്ന് സ്തോത്രം ചെയ്തു. യേശുവേ, റോബിൻസിന് വേണ്ടി ഇവരുടെ ഉദരം സൗഖ്യമാവുന്നു. ഓപ്പറേഷൻ നടക്കുന്നു. ഇവരുടെ വയറ്റിൽ ഓപ്പറേഷൻ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് കരമടിച്ചൊന്ന് യേശുവേ. ജീവന്റെ കൃപ, ജീവന്റെ കൃപ, ജീവന്റെ ജീവന്റെ കൃപ, ജീവന്റെ കൃപ, ജീവന്റെ കൃപ, ജീവന്റെ കൃപ, ജീവന്റെ കൃപ, അഭിഷേക ഈ നിമിഷത്തിൽ തന്നെ നിന്റെ മകളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവരിന്ന് തന്നെ സൗഖ്യമാവുക. ഇവരിന്ന് തന്നെ സൗഖ്യമാവുക. ഈ നിമിഷത്തിൽ തന്നെ യേശുവിന്റെ കരം അവളുടെ മേലിറങ്ങും. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. അങ്ങയുടെ വലിയ കരുണയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഈ മകളെ അങ്ങ് വിടുവിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഈ നിമിഷത്തിൽ തന്നെ അവരുടെ ശരീരം സൗഖ്യമായിക്കൊണ്ടിരിക്കുക. Thank you. In Jesus' name. In Jesus' name. കറുത്ത ടീഷർട്ട് ഇട്ടിരിക്കുന്ന സഹോദരന്റെ തലയിൽ യേശുവിന്റെ സ്പർശനം വരുന്ന ഞാൻ കാണും. ഇയാൾ തലയെ സൗഖ്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഇയാൾ തലയെ സൗഖ്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ. എന്നാ പറ്റി ഇയാൾക്ക് തലയില്ല? എത്ര നാളായതാ? എപ്പോ പ്രാർത്ഥിച്ചതാ? ഇപ്പൊ ഒന്നും പ്രാർത്ഥിച്ചതല്ല. ഇവിടെ ഹോളി വന്ന് കയറിയപ്പം പ്രാർത്ഥിച്ച. ഹോളി വന്ന് കയറിയപ്പോ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച. അതിപ്പോഴും അങ്ങ് ചെന്നേന്ന് തോന്നുന്നു. ഇപ്പൊ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, ഈ മകന്റെ തലയിൽ ഞാൻ എൻ്റെ സ്പർശനത്തെ അയക്കുക എന്ന് പറഞ്ഞു. ഒന്ന് കൈ നീട്ടി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. യേശുവേ, യേശു. എത്ര വർഷമായിട്ടുള്ള അവനേത്? 2 വർഷത്തോളമായി. പിള്ളേരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? മക്കളില്ലല്ലേ? മക്കളില്ല. ഇപ്പൊ പ്രസവിക്കുന്ന ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാ വിളിച്ചോ. നമുക്ക് ആ ഒരു ശേഷി ഇല്ലല്ലോ, അതുകൊണ്ടാണ് അവരില്ല. ഇതാണോ ആള്? ജീസസ്. ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ, ഒന്ന് യേശുവേ എന്ന് വിളിച്ചോ കേട്ടോ. കർത്താവേ, ദിവ്യ കാരുണ്യമേ. എടോ, സത്യം പറഞ്ഞ ഇയാളോടൊരു ഭയങ്കര ദൈവത്തിന്റെ വാത്സല്യമുണ്ട്. ഇയാളുടെ 2 വർഷമായിട്ടുള്ള ഈ പ്രശ്നത്തിന് വേണ്ടി മുമ്പോട്ട് വന്നപ്പോൾ പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് വന്ധ്യതയുടെ ശാപത്തെ ഞാൻ പൊട്ടിച്ചെറിയുകയാണ്. ഹല്ലേലൂയ. എത്ര പിള്ളേര് വരെ വേണം പറ? 2. 2 എന്നാ ഉണ്ട്? ഒരു ഓളം വേണ്ട വീട്ടില്? എന്ന് വിളിച്ചോ. ഹല്ലേലൂയ. കർത്താവേ, മക്കളെയും കൊണ്ട് അങ്ങോട്ട് നിറച്ചാട്ടെ കർത്താവേ. ഈ വീട് മുഴുവൻ പിള്ളേരെ ഓടിക്കളിക്കട്ടെ. ഈ മകനെ എടുത്തു മടുക്കട്ടെ പിള്ളേരെ, യേശുവിന്റെ നാമത്തില്. അതിനു വേണ്ടി ഞാൻ ഈ മകനെ അനുഗ്രഹിക്കുന്നു. ആ കൃപയുടെ വസന്തം ഇന്നങ്ങോട്ട് വ്യാപരിക്കട്ടെ കർത്താവേ. ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, ഒരത്ഭുതം ഇവൾക്ക് വേണ്ടി സംഭവിക്കട്ടെ. ഫെബി അല്ലേ? അതെ. ഓക്കോ, തീരുമാനമായി. ഫെബി എന്നാണോ പേര്? പോക്കോ, തീരുമാനമായി. ഇനി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ പോകും. നിങ്ങള് ഇനിയുള്ള മീറ്റിങ്ങിന് പോലെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. വീട്ടിൽ പോക്കോ. ഉള്ള നേരത്ത് വീട് പിടിക്കാൻ നോക്കാം. പൊക്ക ഫെബിയ, പൊക്ക ഓടിക്കും. ഫെബി അമ്മയാകുന്നേ. ഫെബിയുടെ കൊച്ചെന്നും പറഞ്ഞ് അവിടെ ലേബർ റൂമിൽ വിളിച്ചു പറയുക. കരങ്ങളെ അടിച്ചോണ്ടെന്ന് യേശുവിന് ആരാധന. ആ സന്താന പുഷ്ടി കർത്താവ് കൊടുത്തിരിക്കുകയാണ്. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ കുടുംബത്തിന്റെ മേലെ ഇറങ്ങിയിരിക്കുന്നത്.
ഓ ജീസസ്, PCOD, ജീസസ് അല്ലേ? PCOD. അതാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ അത് മുഴുവൻ കർത്താവ് ഹീൽ ചെയ്തു. അത് മുഴുവൻ കർത്താവ് ഹീൽ ചെയ്തു. എന്നാ അറിയാം എന്നെ PCOD? അറിയാം? എനിക്കും അറിയത്തില്ല. What is PCOD? ഓക്കെ, ഹീലായി. കേട്ടില്ല? ഈ ശനിയാഴ്ച സ്കാനിങ് ആണ്. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു പരിചയമില്ല. എൻ്റെ അച്ഛൻ്റെ കൂടെ വന്നതാണ്. ഒരു ജസ്റ്റ് ചുമ്മാ വന്ന് നിന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടൊരു വിശ്വാസവും പറഞ്ഞറിയിക്കാൻ അറിയില്ല. അമ്മാച്ചൻ എന്ത് ഇതാണോ അമ്മാച്ചന്റെ ചെസ്റ്റിൽ പ്രശ്നമാണല്ലോ. അമ്മാച്ചന്റെ ചെസ്റ്റിൽ പ്രശ്നമാണല്ലോ. എത്ര കൊല്ലമായതാ അമ്മാച്ചൻ? 4 വർഷം. അതുകൂടെ സൗഖ്യമായിരിക്കും. അമ്മാച്ചനും എന്റെ കൂടെ അങ്ങ് സൗഖ്യമാകും. യേശുവിന്റെ കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുക്കും. അമ്മാച്ചൻ്റെ കാര്യം ഭയങ്കര രസകരമാണ്. അമ്മാച്ചൻ 4 മാസവും 4 ദിവസവും മുമ്പ് അമ്മാച്ചന് തോന്നി ഭയങ്കര ഒരു ഭയം, ഒരു ഭയങ്കര പേടി ഉള്ളിലോട്ട് കയറി. പോവാന്നങ്ങ് ചിന്തിച്ചല്ലേ? അങ്ങ് പോവാന്നങ്ങ് ചിന്തിച്ചു. ഗുളിക വരെ എടുത്തു. അതുപോലെ അങ്ങ് ഇതായി. അപ്പം ഈ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കൈ എടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചൂണ്ടലിട്ട് വലിക്കുന്നത്. അത് ഈ വലത്ത്, സോറി ഇടത്ത്, അതെ, അത് സൗഖ്യമാവുക. ഹല്ലേലൂയ. കരയല്ല. യേശു ഇത് വെളിപ്പെടുത്തുന്നത്. അമ്മാച്ചനെ ഞാനും തമ്മിൽ എന്നേലും പരിചയമുണ്ടോ? ഞാൻ യൂട്യൂബിൽ കൂടെ കണ്ടു. അതെന്റെ കുഴപ്പമില്ല. ഇന്ന് അമ്മാച്ചനെ യേശു പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുക. ബ്രദറിനെ കാണാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തിരുന്നാണ്. ഒന്ന് കാണാൻ ഭയങ്കര സംഭവം. ഞാൻ എൻ്റെ അച്ഛൻ സത്യമായിട്ടോ ഒന്നും ഇല്ല കേട്ടോ, വേറും പച്ച മനുഷ്യന്മാരെ കർത്താവ് ഇതൊക്കെ ചെയ്യുന്നതല്ലാതെ ഈ മനുഷ്യർക്കൊന്നും ഒരു പ്രാധാന്യതയില്ല. നമ്മളിങ്ങനെ ഇല്ലാതെ ഞാൻ തീരുമാനിച്ചതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ അപ്പം ഞാൻ പെടാൻ മാറിയത്. ഈ മരണഭീതി വന്ന സമയത്ത് പെട്ടെന്ന് അന്നേരം ഒരു ബോധ്യം ഉണ്ടായിരുന്നു പോവുകയെന്നല്ലേ? ഇന്ന് അമ്മാച്ചൻ ചുമ്മാ വിളിച്ചോണ്ട് വന്നതിനെ ഫെബിയെ അല്ലേ? അതെ, വിശ്വാസം പോലും ഇല്ല, ചുമ്മാ വന്ന. അമ്മാച്ച ഇതുള്ളതെല്ലാം കൂടെ നിങ്ങളും കൊണ്ടുപോവാണ്, കുടുംബക്കാരെല്ലാവരും കൂടെ ഇതുള്ളതെല്ലാം കൂടെ കൊണ്ടുപോവാണ്. എന്നതായത് ഭയങ്കര സൗഖ്യമായി മകന് കിട്ടുന്ന കേട്ടോ. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിനെന്ന് ആരാണ്. ഒരു പെർഫെക്റ്റ് ഹീലിംഗ് ആയി മകന് കിട്ടുന്നു. ആ പുള്ളിക്കാരി ഇപ്പൊ പറയാണ്, എന്റെ കുഞ്ഞിനെ സ്പർശിക്കണേ, എന്റെ കുഞ്ഞിനെ സ്പർശിക്കണേ, എന്റെ കുഞ്ഞിനെ വിളിച്ചു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉണ്ടോ? എന്തെയ്യോ കൊച്ചെന്തേ? അന്ന് വിളിച്ചോട്ട് വാ, സൗഖ്യമാകുക. അത് വാ മോനെ, വാ. യേശു നിന്നെ സൗഖ്യമാക്കുക. ജീവന്റെ കൃപയ്ക്കായിരുന്നു. ഇവിടെ എല്ലാ കർത്താവിന്റെ വലിയ അഭിഷേകം ഇറങ്ങുകയാണ്. ഇരിക്കുന്നവരും കൂടെ ഒന്ന് എഴുന്നേറ്റിട്ട് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, യേശുവിനെ, അയ്യോ ഒച്ചത്തിൽ പറയണേ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യാരോഗ്യവുമുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 63, 69, 87 3 ബ്ലോക്കുകളെ കർത്താവ് തട്ടിക്കളയുന്നു. വലിയ സൗഖ്യമാണ്. കരമടിച്ചൊന്ന് യേശുവിനെന്ന ആരാധനത്തിന്റെ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അതൊന്ന് എടുക്കുന്നവർ പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് എടുത്തോ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. For the earnest expectation of the creation waiteth for the revealing of the sons of God. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ
ഒന്ന് ചേർന്ന് പറയാമോ വാക്ക്? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. ഹല്ലേലൂയ. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. ഒന്ന് നിങ്ങളൊന്ന് ഉറപ്പിച്ച ആ വാക്ക് ആദ്യം ഒന്ന്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. ദൈവപുത്രന്മാർ വെളിപ്പെടുന്നത് കാത്ത്. റിവീലിംഗ് ഓഫ് ദി സൺസ് ഓഫ് ഗാഡ്. ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിനെ സൃഷ്ടി കണ്ടോ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവിടെ ആ സൃഷ്ടി എന്നുപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ ആശയം ഒന്ന് ഞാൻ ആദ്യം ഒന്ന് തുറക്കാം. ക്രിയേഷൻ എന്ന ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ക്രിയേഷൻ എന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഭാഗത്തിന്. അത് വേറൊന്നുമല്ല, ലോകത്തിലുള്ള സകലവും സൃഷ്ടാവ് ഒഴികെ ബാക്കിയെല്ലാം സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടാവ് ഒഴികെ ഉള്ളതെല്ലാം, സൃഷ്ടാവ് ഒഴികെ ഈ ലോകത്ത് നിങ്ങൾ എന്തെല്ലാം കാണുന്നോ അതെല്ലാം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ദൈവപുത്രന്മാർ എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആരാന്നറിയാമോ? ദൈവപുത്രൻ ആരാ? യേശുവാണ്. അപ്പോൾ ദൈവപുത്രന്മാരാരായിരിക്കും? നമ്മളാ. ഒന്ന് പറഞ്ഞേ, എൻ്റെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവപുത്രൻ യേശുവാണ്, ദൈവപുത്രന്മാരാരാ? നമ്മളാ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കാൺമീൻ നാം ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതിൻ്റെ മറ്റൊരു പദമാണ് എന്താ? ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവത്തിൻ്റെ പുത്രിമാർ. അപ്പോൾ സർവ്വഭൂമിയും കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ സൃഷ്ടി കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. സൃഷ്ടി കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടിന് വേണ്ടി അല്ല, പിന്നെയോ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. ഹല്ലേലൂയ. എന്തിനാപ്പാ ഇത്രയും കഷ്ടപ്പെട്ട് സൃഷ്ടി ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നത്? 20ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. സൃഷ്ടി ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ്, ദ്രവത്വത്തിൻ്റെ ദാസ്യത്വം. ഈ ദ്രവത്വം എന്നുള്ള പദമൊക്കെ ദഹിക്കുമോ? ദ്രവത്വം എന്നത് ദ്രവിക്കുന്ന അവസ്ഥ. ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അഴുകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മോർട്ടാലിറ്റി, അഴുകുന്ന അവസ്ഥ. അതാ അവിടെ പറയുന്നത്. സൃഷ്ടി, ദ ക്രിയേഷൻ ഈസ് അണ്ടർ ദി മോർട്ടാലിറ്റി. അതിൽ നിന്ന് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് കയറണം. നശിക്കുന്ന അവസ്ഥയിൽ നിന്ന് നശിക്കാത്ത അവസ്ഥയിലേക്ക് കയറണം. ക്ഷയിക്കുന്ന അവസ്ഥയിൽ നിന്ന് ക്ഷയിക്കാത്ത അവസ്ഥയിലോട്ട് കയറണം. എന്ത്? സൃഷ്ടി. അപ്പം അതിനുവേണ്ടി ഈ സൃഷ്ടി മുഴുവൻ കാത്തിരിക്കുകയാണ്. ഏതിൽ നിന്ന് എങ്ങോട്ട് വരാൻ? ദ്രവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അദ്രവത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി സൃഷ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ 20ാമത്തെ വാക്യം വായിക്കാം, ദയവായിട്ട് ശ്രദ്ധിക്കുക. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ മായ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കും എനിക്ക് അറിവുള്ള ഏതെങ്കിലും മായയുടെ കാര്യം അല്ല കേട്ടോ, ലോകത്തെയാണ് അവിടെ പറഞ്ഞത്. ലോകം ഈ ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത് കാത്തിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ദാറ്റ് ദ ക്രിയേഷൻ ഇറ്റ് സെൽഫ് ഓൾസോ ഷാൽ ബി ഡെലിവേർഡ് ഫ്രം ദി ബോണ്ടേജ് ഓഫ് കറപ്ഷൻ into the liberty of the glory of the children of God. ചിൽഡ്രൻ ഓഫ് ഗാഡിന് കിട്ടിയ, അല്ലെങ്കിൽ ദൈവപുത്രന്മാർക്ക് കിട്ടിയ ആ ഗ്ലോറി, ദൈവപുത്രന്മാർക്ക് കിട്ടിയ ഗ്ലോറി എന്താ? അദ്രവാത്താവസ്ഥയാണ്, ഇമ്മോർട്ടാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നശിക്കാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. ദൈവപുത്രന്മാർക്ക് കിട്ടിയ ഈ അദ്രവാവസ്ഥ, മറ്റൊരു വാക്കി പറഞ്ഞാൽ ദൈവപുത്രന്മാർക്ക് കിട്ടിയ ഈ ബോണ്ടേജിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇത് ഭൂമിക്ക് കിട്ടുമെന്ന് ചോദിച്ച് സർവ്വ സൃഷ്ടിയും ഈറ്റുനോവോടെ ഞരങ്ങി കാത്തിരിക്കുകയാണ്. ദൈവമക്കൾക്ക് കിട്ടിയ ഈ ഫ്രീഡം ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. അതാണ് ആ വാക്യത്തെ നമ്മൾ കണ്ടത്. നമ്മിൽ 20ാമത്തെ വാക്യം, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ. അടിവരയിട്ട ആ പദം, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. ദൈവമക്കളുടെ തേജസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണ്. ദൈവമക്കളുടെ തേജസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണ്. അത് സൃഷ്ടിക്ക് കിട്ടുമോ എന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, കീഴ്പ്പെടുത്തിയവൻ്റെ ഒന്നുകൂടെ ഉറക്കെ വായിച്ചു. അത് സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും
ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. ആരായി കീഴ്പ്പെടുത്തിയവൻ? സകലത്തെയും കീഴ്പ്പെടുത്തിയവൻ ആരാ? യേശു ക്രിസ്തു. കീഴ്പ്പെടുത്തിയവൻ കൽപ്പിച്ചിരിക്കുകയാണ് സൃഷ്ടിയോട്. ഇപ്പോൾ ഈ കറപ്ഷൻ്റെ ബോണ്ടേജിൽ നിങ്ങളായിരിക്കണം. എന്നാൽ ഈ കറപ്ഷൻ്റെ ബോണ്ടേജിൽ നിന്ന് നിങ്ങളെ ഫ്രീ ആക്കാൻ ഒരു കൂട്ടർ വരും. ആരാണ് ആ വരുമെന്ന് പറഞ്ഞ കൂട്ടർ? ദൈവപുത്രന്മാർ. സോ അന്ന് മുതൽ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന കിടക്കുകയാണ്. കീഴ്പ്പെടുത്തിയവൻ ആരാ? യേശുവാണ്. കീഴ്പ്പെടുത്തിയവൻ എന്താ കൽപ്പിച്ചിരിക്കുന്നത്? ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് നിങ്ങളുടെ കെട്ടടിക്കാൻ ഒരു കൂട്ടർ വരും. നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്താൻ ഒരു കൂട്ടർ വരും. ബോണ്ടേജ് പൊട്ടിച്ചെറിയുന്ന ഒരു കൂട്ടർ വരും. ദ്രവത്വത്തിൻ്റെ ദാസ്യത്വം പൊട്ടിച്ചെറിയുന്ന ഒരു കൂട്ടർ വരും. അത് കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ എൻറ്റയർ ക്രിയേഷൻ, ഓൾ ക്രിയേഷൻ വാസ് വെയിറ്റിംഗ് ഫോർ ദ റിവീലിംഗ് ഓഫ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സൺസ് ഓഫ് ഗാഡ്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക. കാരണം ദൈവപുത്രന്മാരിലൂടെയേ സൃഷ്ടിക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഫ്രീഡം കിട്ടുകയുള്ളൂ. എവിടുന്ന്? ഫ്രം ദി ബോണ്ടേജ് ഓഫ് കറപ്ഷൻ. സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കീഴ്പ്പെട്ടിരിക്കുകയാണ്. അതാ വാക്യം നമ്മൾ കണ്ടത്. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ വായിക്കാം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും. 19-ാമത്തെ വാക്യം. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. കണ്ടോ? ക്രിയേഷൻ is waiting for the revealing of the sons of God. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ. ഒന്ന് പറഞ്ഞേ, ആകാംക്ഷയോടെ. നിങ്ങളൊന്ന് ആകാംക്ഷയോടെ ഒന്ന് പറയാമോ എന്നോട്? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്ത്? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. എന്തിനാ? ഈ ബോണ്ടേജിൽ നിന്ന് ഇതിനെ രക്ഷിക്കാൻ വേണ്ടി. ഏത് ബോണ്ടേജിൽ നിന്ന്? അതാ കണ്ടത്. ദൈവമക്കളുടെ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും. ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതല്. നിങ്ങൾക്കറിയാം, സിൻ വന്നപ്പോൾ സംഭവിച്ച എന്നാന്നറിയാം? സ്ലേവറിയാണ് ഉണ്ടായത്. സിൻ വന്നപ്പോൾ ബോണ്ടേജാണ് ഉണ്ടായത്. അന്ന് മുതൽ ഈ സിസ്റ്റം മുഴുവൻ ഈ ബോണ്ടേജിൻ്റെ കീഴിൽ. ഇന്ന് നമ്മൾ കാണുന്ന വേൾഡ് സിസ്റ്റം മുഴുവൻ എന്താ? ഈ ബോണ്ടേജിൻ്റെ കീഴിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അയ്യോ കൃഷിയിടത്തുനിന്ന് റിസൾട്ട് കാണുന്നില്ല. ആരോ പറയുന്നു അവിടെ റിസൾട്ട് കാണുന്നില്ല, എക്കണോമി താഴുന്നു, അത് ഉയരുന്നു, മ്ലേച്ഛത വളരുന്നു, ഇരുട്ട് വ്യാപിക്കുന്നു. സോ ഇതെല്ലാം നമ്മൾ സാധാരണ പറയുന്ന കമൻറ്റുകളാണ്. ലൈക്ക് അവിടെ ഇരുട്ട് വ്യാപിക്കുന്നു, പിശാചിൻ്റെ പ്രവൃത്തികൾ, രോഗങ്ങൾ വർദ്ധിക്കുന്നു. സി ഇത് മുഴുവൻ ഇതിൻ്റെ ബേസിക് കോസാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ കർത്താവ് തുറക്കുന്നത്. ഇത് മുഴുവൻ ബന്ധനത്തിൻ്റെ കീഴിൽ കിടക്കുക. എല്ലാ മേഖലയും ബന്ധനത്തിൻ്റെ കീഴിൽ കിടക്കുക. അപ്പം യേശു ക്രൂശിൽ ഈ ബന്ധനത്തെ അഴിച്ചില്ലേ? കർത്താവ് അതിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് സൃഷ്ടിയോട് പറഞ്ഞ എന്നാന്നറിയോ? ദൈവമക്കൾക്ക് ലഭിച്ചത് നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിലൂടെ. ദൈവപുത്രന്മാർ വെളിപ്പെടുന്നതിലൂടെ. ഒന്ന് പറഞ്ഞേ, ദൈവപുത്രന്മാർ വെളിപ്പെടുന്നതിലൂടെ. ഹല്ലേലൂയ. അപ്പം ഇന്ന് ഇവിടുത്തെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലായില്ലോ. എല്ലായിടത്തും പൊല്യൂഷനാണ്. എഡ്യൂക്കേഷൻ ഫീൽഡ് പൊല്യൂട്ടഡാണ്. ഓക്കെ, ബിസിനസ് ഫീൽഡ് പൊല്യൂട്ടഡാണ്. ഓക്കെ, ഇനി ഹെൽത്ത് ഫീൽഡ് പൊല്യൂട്ടഡാണ്. മെഡിക്കൽ ഫീൽഡ് പൊല്യൂട്ടഡാണ്. എല്ലായിടത്തും അറ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തും, ഓ എല്ലായിടത്തും പൊല്യൂഷനാണ്, എവിടെ നോക്കിയാലും പൊല്യൂഷനാണ്, എന്താ ഇതിങ്ങനെ? പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ വെളിപ്പെടാത്തതുകൊണ്ടാണ് ഈ പൊല്യൂഷൻ തുടരുന്നത്. ഹല്ലേലൂയ. Polluted world is waiting for the manifestation of the sons of God. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിലൂടെ മാത്രമേ ഈ പൊല്യൂഷൻ മാറുകയുള്ളൂ. നിങ്ങൾ പോയി അതിനകത്ത് ഇടപെട്ടാൽ മാത്രമേ അത് മാറുകയുള്ളൂ. ആമേൻ. ഒന്ന് മിണ്ടിക്കേ, ആമേൻ. ഞാൻ പോയി അതിൻ്റെ അകത്ത് ഇടപെട്ടാൽ മാത്രമേ അത് മാറുകയുള്ളൂ. പക്ഷെ പോകുന്ന ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പോയാൽ ഞാൻ ബന്ധിക്കപ്പെട്ടാലോ, ഞാനെങ്ങാനും ബന്ധിക്കപ്പെട്ടാലോ. പക്ഷേ ഇവിടെ ബന്ധനത്തിലായിരിക്കുന്നത് നിലവിളിച്ച് പറയാം, നിങ്ങളൊന്ന് വന്ന് എന്നെ രക്ഷിക്ക്,
ഞങ്ങളെ രക്ഷിക്ക. അന്നേരം രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ പറയാം, നമ്മളെന്തിനാ പൊന്നെ വെറുതെ പോയി ബന്ധിക്കപ്പെടുന്നേ? ഹല്ലേലൂയ. നിങ്ങളിലൂടെ അല്ലാതെ ഈ സ്വാതന്ത്ര്യം ലോകത്തിന് കിട്ടുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വെളിച്ചമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ ഏറ്റവും ആദ്യം പോകേണ്ടത് ഇരുട്ടിലേക്കാണ്. കേട്ടവർക്കായി സ്തോത്രം. വെളിച്ചമാണ് ഞാനെന്ന് ബോധ്യം കിട്ടിയോ? വെളിച്ചങ്ങളെല്ലാം കൂടെ കൂടി സംഘടിച്ച് ഒന്നായി നിൽക്കുകയല്ല വേണ്ടിയത്. എവിടെയാ ഇരുട്ടെന്ന് തപ്പി കണ്ടുപിടിച്ച് ചെല്ലണം. കാരണം നിങ്ങളെ കൊണ്ടുള്ള പ്രയോജനം അവിടെയേ ഉള്ളൂ, അവിടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവിടെ ചെന്നിട്ടല്ലാതെ അവിടം പ്രകാശപൂരിതമാവുകയില്ല. ഹല്ലേലൂയ. അതാ വചനം പറയുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുൾ ചെയ്ത ദൈവം. അപ്പോൾ എവിടുന്ന് വെളിച്ചം പ്രകാശിക്കേണ്ടേ? ഇരുട്ടിൽ നിന്ന്. ചേർന്ന് പറഞ്ഞേ, ഇരുട്ടിൽ നിന്ന്. ഇരുട്ടിലേക്ക് പോകാതെ എങ്ങനെയാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുന്നത്? നമ്മൾ ഇരുട്ടിലേക്ക് പോകത്തില്ല. എന്നാ കാര്യം? അതെല്ലാം അണ്ടർ ദി കറപ്ഷൻ, അണ്ടർ ദി ബോണ്ടേജ് ഓഫ് കറപ്ഷൻ. ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൻ്റെ കീഴിലാണ്. ഞാനങ്ങും അവിടെ പോയി ബന്ധിക്കപ്പെടാനില്ല. ശരിക്കും നിങ്ങൾ ബന്ധിക്കപ്പെടുന്നവരല്ല, ബന്ധനം അഴിക്കുന്നവരാണ്. നിങ്ങൾ കെട്ടപ്പെടുന്നവരല്ല, കെട്ടഴിക്കുന്നവരാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വചനം സംസാരിക്കുന്നതിലൂടെ എൻ്റെ ഉള്ളിലെ ഹൃദയഭാരമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കു ഇടുന്നത് ഇപ്പോൾ. അത് മറ്റൊന്നുമല്ല, പല മേഖലകളും ഇന്ന് അങ്ങനെ തുടരാൻ കാര്യം നിങ്ങളും ഞാനും ആരാണെന്ന് അറിഞ്ഞ് ഇതുവരെ അവിടെ വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ബ്രദറെ, എൻ്റെ ഓഫീസിൽ ഭയങ്കര സ്ട്രഗിളാണ്. ആ സ്ട്രഗിൾ ഉള്ളതുകൊണ്ടാണ് അത് അഴിക്കാൻ നിങ്ങളെ അങ്ങോട്ട് വിട്ടേ. ഹലോ ജീസസ്. അവിടെ ഒരു സ്ട്രഗിളും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ എന്തിനാ അങ്ങോട്ട് വിടുന്നേ? ഇരുട്ടില്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ആവശ്യം എന്താ? അടുത്തിരിക്കുന്ന അവിടെ കരം കൊടുത്ത് ചോദിച്ചു. ഹല്ലേലൂയ. എല്ലായിടത്തും വെളിച്ചമാണെങ്കിൽ വെളിച്ചത്തിൻ്റെ ആവശ്യം ഇനി എന്ത്? എവിടെയാ വെളിച്ചം ആവശ്യമുള്ളത്? അറിയാവുന്നവർ പറ. വെളിച്ചം ആവശ്യമുള്ളത് ഇരുട്ടിലാണ്. ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കേ. ആമേൻ. ഇവിടെ ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ ബോധ്യം വരട്ടെ. നിങ്ങളും ഞാനും ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലകൾ എന്തും ആയിക്കോട്ടെ, പല മേഖലകളിലാണ് നിങ്ങളും ഞാനും ഒക്കെ ആയിരിക്കുന്നത്. ആ മേഖലകളിൽ ഒരുപാട് പൊല്യൂഷനുണ്ട്, ശരിയാ. പക്ഷെ ഇതിനെ കുറ്റം പറഞ്ഞ് അപ്പടി പൊല്യൂഷനാ, അതുകൊണ്ട് ഞാനും പൊല്യൂട്ടഡ് ആവുക എന്ന് പറയേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾ വെളിപ്പെട്ടാൽ, നിങ്ങൾ ആരാന്ന് തിരിച്ചറിഞ്ഞൊന്ന് വെളിപ്പെട്ടാൽ തീരാത്ത പൊല്യൂഷനൊന്നുമില്ല. തീരാത്ത പൊല്യൂഷനൊന്നുമില്ല. അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശു ചെയ്ത അതാണ്. യേശു ചെയ്ത അതാണ്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ചോദ്യം ചോദിക്കാൻ തന്നെ കാരണം ഇതുവരെ ഇവിടുന്ന് ഒന്നും വന്നിട്ടില്ല. ഇവിടുന്ന് വന്ന എല്ലാം തിന്മയാണ്. പക്ഷേ ഇവിടെയാണ് നിങ്ങളെ കൊണ്ട് ആവശ്യം. അവിടെ നിന്നും വരുന്ന നന്മയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പ്രാധാന്യമില്ല. നിങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ടാകുന്നത് മുഴുവൻ പ്രതിരോധങ്ങളെയും ഭേദിച്ച് നിങ്ങൾ വളരുമ്പോഴാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. വെറുതെ വളരുമ്പോൾ എന്നാ അതിൻ്റെ അകത്തൊരു വെല്ലുവിളിയുള്ളേ? പ്രതിരോധങ്ങളെ ഭേദിച്ച് നിങ്ങൾ വളരുന്നുവെങ്കിൽ അതിനകത്തൊരു വെല്ലുവിളിയുണ്ട്. നിങ്ങൾക്കൊരു ഒരു ഉന്മേഷം അതിൻ്റെ അകത്ത് തോന്നും. ശരിക്കും ഞാൻ പറയാം, നിങ്ങൾ വെളിപ്പെട്ടാൽ തീരാത്ത വിഷയങ്ങൾ ഒന്നുമില്ല ലോകത്തിൽ. കാരണം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, കീഴ്പ്പെടുത്തിയവൻ കൽപ്പിച്ചിരിക്കുകയാണ്. കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പനയാലത്രേ. വായിച്ചോ. സൃഷ്ടി 21 വാക്യം. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം. ആരാ കീഴ്പ്പെടുത്തിയവൻ? യേശു സകലത്തെയും കീഴ്പ്പെടുത്തി. എവിടെ കീഴ്പ്പെടുത്തി? ക്രൂശിൽ യേശു സകലത്തെയും കീഴ്പ്പെടുത്തി. എന്നിട്ട് കീഴ്പ്പെടുത്തിയവൻ കൽപ്പിച്ചിരിക്കുകയാണ്, ഇനി ഞാൻ സകലത്തെയും കീഴ്പ്പെടുത്തിയെങ്കിലും ഇതിനെ വന്ന് സ്വതന്ത്രമാക്കുന്നത് എൻ്റെ മക്കളാണ്. ആ ജോലി ഞാൻ മക്കളെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് ഗോ ഇൻ ടു ദ അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. ഗോ ഇൻ ടു ദ വേൾഡ്. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം. കാരണം ഞാൻ സകലത്തെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ബോണ്ടേജ് തകർത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അതിനെ അഴിച്ചുവിടേണ്ടിയത് നിങ്ങൾ മാത്രമാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ശക്തിയോടെ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. 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 ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. ഒച്ചത്തിലൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 30 വർഷമായിട്ട് ഒരേ കൂട്ടിൽ കിടക്കുന്ന ഒരു മൃഗം ഉദാഹരിക്കുക. അപ്പം മനസ്സിലാവും. 30 വർഷമായിട്ട് ഒരേ കൂട്ടിൽ കിടക്കുന്ന മൃഗം 30 വർഷത്തിനിടയ്ക്ക് ഇന്ന് വരെ ആ മൃഗം സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആ മൃഗത്തിൻ്റെ കൂട് തുറന്നു. ഒരാൾ വന്ന് ആ മൃഗത്തിൻ്റെ കൂട് തുറന്നു. പക്ഷെ 30 വർഷം ഈ മൃഗം അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ തുറന്നതും കണ്ടിട്ടില്ല. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ഒരിക്കലായി എന്നേക്കുമായി സകലത്തെയും യേശു കാൽവരി ക്രൂശിൽ കീഴ്പ്പെടുത്തി. ലോകത്തിൻ്റെ മേൽ കംപ്ലീറ്റ് ജയം യേശു കൊണ്ടാടി. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. പക്ഷെ ഇപ്പോഴും ആ കൂട്ടിൽ കിടക്കുക, കേജിനകത്ത് കിടക്കുക ലോകം. ഈ കൂട് തുറന്ന കാര്യം പറഞ്ഞ് അഴിച്ചു വിടാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓ കമോൺ 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 കമോൺ, നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹേ ഹല്ലേലൂയ. ഡെവിൾ ഈസ് ഡിഫീറ്റഡ്, ഡിസ്ട്രോയിഡ് ആണ്, ഡിഫീറ്റഡ് ആണ്, ഡിസാംഡ് ആണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഫോറെവർ ഈസ് ഡിസാംഡ്, ഡിഫീറ്റഡ്, ഒരിക്കലും ഇനി ഉയരാൻ കഴിയാത്ത തരത്തിൽ ഡിസ്ട്രോയിഡ് ആണ്. പക്ഷെ ഇപ്പോഴും ആ കേജിനകത്ത് ജീവിക്കുന്നവർക്ക് അത് മനസ്സിലായിട്ടില്ല. അപ്പം ഇനി എന്ത് ചെയ്യണം? കൂട് തുറന്ന കാര്യം പോയി കേജിനകത്തുള്ളവരോട് പറയണം, 30 കൊല്ലമായിട്ട് നിങ്ങൾ ഇതിനകത്ത് വട്ടം കറങ്ങുമായിരുന്നു, പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ സ്വതന്ത്രമായ കാര്യം. ഞാൻ വന്നത് നിങ്ങളെ ആ സ്വാതന്ത്ര്യം അറിയിക്കാനാണ്. ഇതാണ് സുവിശേഷം. ഇതാണ് സുവിശേഷം. 2016 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിൽ കൊണ്ടാടിയ ജയം അറിഞ്ഞ് ജീവിക്കാൻ നിങ്ങളെ എന്നെ ക്ഷണിക്കുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇന്നുണ്ടല്ലോ ഇനി കീഴ്പ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കീഴ്പ്പെടുത്തിയെന്നാണ് വായിച്ചത് അല്ലേ? കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പനയാലത്രേ. 19-ാമത്തെ വാക്യം അല്ലേ? 21. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം. ഉറക്കെ ഒന്ന് പറഞ്ഞേ, കീഴ്പ്പെടുത്തിയതാ. ഉറക്കെ പറ, കീഴ്പ്പെടുത്തിയതാ. കമോൺ, ഉറക്കെ പറ, കീഴ്പ്പെടുത്തിയതാ. വായി തുറന്ന് പറ, കീഴ്പ്പെടുത്തിയതാ. ഒച്ചത്തിൽ പറ, കീഴ്പ്പെടുത്തിയതാ. ഇനി കീഴ്പ്പെടുത്തുന്ന നോക്കിയിരിക്കൊന്നും വേണ്ട, കീഴ്പ്പെടുത്തിയതാ. അപ്പൊ ഇനി എന്നാ വേണ്ടിയത്? ദൈവോത്രന്മാരുടെ വെളിപ്പാടാ. നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന സകലത്തെ നോക്കി ആ അഭിഷേകത്തോടെ പറ, കീഴ്പ്പെടുത്തിയതാ. കമോൺ, ഉറക്കെ പറ, കീഴ്പ്പെടുത്തിയതാ. ഒച്ചത്തിൽ പറയാ ചായ, കീഴ്പ്പെടുത്തിയതാ. ഹല്ലേലൂയ. എൻ്റെ സാമ്പത്തിക പ്രശ്നം ക്രൂശിൽ കീഴ്പ്പെടുത്തിയതാ. എൻ്റെ രോഗം ക്രൂശിൽ കീഴ്പ്പെടുത്തിയതാ. ഞാൻ അഭിവൃദ്ധി അനുഭവിക്കുവാൻ തടസ്സമായി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ക്രൂശിൽ യേശു കീഴ്പ്പെടുത്തിയതാ. കമോൺ, ക്രൂശിൽ യേശു കീഴ്പ്പെടുത്തിയതാ. ക്രൂശിൽ യേശു കീഴ്പ്പെടുത്തിയതാ. കീഴ്പ്പെടുത്തിയെങ്കിൽ ഇനി 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 എന്തിനു വേണ്ടി കാത്തിരിക്കുകയെന്നറിയോ? ഫോർ യുവർ റിവീലിംഗ്. നിങ്ങളുടെ വെളിപ്പെടലിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ വെളിപ്പെടലിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ റോൾ എന്നാ? കീഴ്പ്പെടുത്തിയെന്ന അറിവോടെ തുറന്നു വിടുക. കീഴ്പ്പെടുത്തിയെന്ന അറിവ് കൊടുക്കുക. ഒന്ന് പറഞ്ഞേ, കീഴ്പ്പെടുത്തിയെന്ന അറിവ് കൊടുക്കുക. ഹോൾ ക്രിയേഷൻ, മുഴുവൻ സൃഷ്ടിയും. ഞാൻ ഈ വാക്യങ്ങൾ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു. ഇതിനെ മുഴുവൻ യേശു ക്രൂശിൽ കീഴ്പ്പെടുത്തിയതാണ്. കീഴ്പ്പെടുത്തിയിട്ട് ആ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന എന്നാണെന്നറിയോ? ദൈവോത്രന്മാർ വരും, ദൈവോത്രന്മാർ വരും. കീഴ്പ്പെടുത്തിയ യേശു പറഞ്ഞിരിക്കുകയാണ്, ഞാനാ കീഴ്പ്പെടുത്തിയത്, പക്ഷെ മക്കൾക്ക് വേണ്ടിയാ കീഴ്പ്പെടുത്തിയത്. പിള്ളേർ വന്ന് നിങ്ങളെ തുറന്നു വിടും. എൻ്റെ പിള്ളേർ വന്ന് നിങ്ങളെ തുറന്നു വിടും. തോന്നുന്നില്ലേ ഒരു സന്തോഷം? ഇല്ലെങ്കിൽ ഇത് ഏറ്റെടുത്തോണം. എൻ്റെ പിള്ളേർ വന്ന് നിങ്ങളെ തുറന്നു വിടും. ഇപ്പം അതാ നടക്കുന്ന. പിള്ളേർ പോയി തുറന്നു വിടുക, പിള്ളേർ പോയി തുറന്നു വിടുക. അതാ യേശു പറഞ്ഞ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി വാരി വിതറും. പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ അധികാരം തന്നിരിക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് വെളിപ്പെട്ടാൽ തീരാത്ത ഒരു വിഷയവും നിങ്ങൾക്കില്ല. ഒരു വിഷയവും നിങ്ങൾക്കില്ല. ഒരു വിഷയവും നിങ്ങൾക്കില്ല. ഉഗാണ്ടയിൽ നിന്ന് ആരും വരണ്ട നിങ്ങളുടെ വിഷയം അഴിക്കാൻ. നിങ്ങൾ ആരാന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റാൽ തീരാത്ത വിഷയങ്ങളൊന്നുമില്ല. നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടിയാണ് നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് കാത്തിരിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി ദ സർക്കംസ്റ്റാൻസസ് വിച്ച് യു ഗോ ത്രൂ. ഈ സമയത്ത് the revealing of the sons of God. Hallelujah. ഈ സമയം ഞാൻ ഉൾവലിയാനുള്ള സമയമല്ല, ഞാൻ വെളിപ്പെടാനുള്ള സമയം. ഒന്ന് പറഞ്ഞേ, ഞാൻ ഉൾവലിയാനുള്ള സമയമല്ല, ഞാൻ വെളിപ്പെടാനുള്ള സമയമാണ്. ഉറക്കെ പറ, ഞാൻ വെളിപ്പെട്ടാൽ, ഞാൻ ആരാന്ന് അറിഞ്ഞ് വെളിപ്പെട്ടാൽ, നിങ്ങളിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടോണ്ട് നിങ്ങളൊന്ന് കരമടിച്ചത് യേശുവിനാര. ഓ അയ്യോ, കൃപ ഇവിടെ ഇറങ്ങുന്നുണ്ട്. എനിക്ക് ജോലിയില്ല, ഇന്ന് തിരിച്ചറിഞ്ഞൊന്നും വെളിപ്പെട്ടോ, ജോലി നിങ്ങളുടെ പുറകെ വരുക.
യേശുവിൻ്റെ നാമത്തിൽ. ബ്രദറെ, ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. മകൻ്റെ കാര്യം എന്താകുമെന്ന് എനിക്ക് അല്പമല്ലാത്ത ആശങ്കയുണ്ട്. ആശങ്ക എറിഞ്ഞു കളഞ്ഞിട്ട് അഭിഷേകത്തെ സ്വീകരിച്ചോ. ഈ സമയത്ത് ഓക്കെ പറഞ്ഞോ, ആമേൻ പറഞ്ഞോ. എൻ്റെ കൂടെ കമോൺ, എൻ്റെ കൂടെ എഗ്രി ചെയ്തോ, എൻ്റെ കൂടെ എഗ്രി ചെയ്തോ. ഹല്ലേലൂയ. യേശു ക്രൂശിൽ സകലത്തെയും കീഴ്പ്പെടുത്തിയതാണ്. ഹല്ലേലൂയ. കീഴ്പ്പെടുത്തിയ സകലതും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുക. wherever you go, എവിടെ നിങ്ങൾ പോയാലും കീഴ്പ്പെടുത്തിയതാന്നുള്ള അറിവോടെ ചെന്ന് നോക്ക്, സകലവും നിങ്ങൾക്ക് കീഴ്പ്പെടും. അടുത്തിരിക്കുന്ന ആളോട് പറ, കീഴ്പ്പെടുത്തി എന്ന അറിവോടെ ചെന്നാലേ കീഴ്പ്പെടുള്ളൂ. കീഴ്പ്പെടുത്താം എന്ന അറിവോടെ ചെന്നാൽ കീഴടങ്ങിയല്ല, കീഴ്പ്പെടുത്തി എന്ന അറിവോടെ ചെന്നാലേ കീഴ്പ്പെടുള്ളൂ. അത് എടുത്തു പറ, കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ക്രൂശിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന അറിവോടെ ചെന്നാൽ നിങ്ങളുടെ അറൈവൽ തന്നെ ദൈവപുത്രന്മാരുടെ റിവീലിംഗ് ആകും. യുവർ അറൈവൽ ഈസ് ഗോയിങ് ടു ബി ദ റിവീലിംഗ് ഓഫ് ദ സൺസ് ഓഫ് ഗാഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. കരമടിച്ചൊന്ന് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങിക്കോ. യേശുവിൻ്റെ നാമത്തിൽ. UAE-യിൽ, ദുബായിൽ നിന്ന് ഇന്ന് ഈ സമയത്ത് ലോകരാജ്യങ്ങളിലേക്ക് ഞാൻ ഈ വചനത്തെ അയക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും. 1000 വിഷയങ്ങളുമായി ഇന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുന്നവരുണ്ട്. 1000 ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം എനിക്ക് പറയുവാൻ കഴിയും. അത് വേറൊന്നുമല്ല, സകലവും ക്രൂശിൽ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇനി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി മാത്രമാണ് സർവ്വസൃഷ്ടിയും കാത്തിരിക്കുന്നത്. നിങ്ങൾ ചെന്നാൽ കെട്ടഴിയും, നിങ്ങൾ ചെന്നാൽ ബന്ധിക്കപ്പെടുമെന്നല്ല, നിങ്ങൾ ചെന്നാൽ ബന്ധനം അഴിയും. നിങ്ങൾ ചെന്ന് കെട്ടപ്പെടുമെന്നല്ല, നിങ്ങൾ ചെന്നാൽ കെട്ടഴിയും. നിങ്ങളുടെ വെളിപ്പാടിന്, നിങ്ങളുടെ വെളിപ്പെടലിന് പലതും ചെയ്യാൻ കഴിയും. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ വചനം കഴിഞ്ഞ് സ്വീകരിച്ചോ. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത് സാധാരണക്കാരായിട്ടല്ല, ദൈവപുത്രന്മാരുടെ വെളിപ്പെടൽ, ദൈവപുത്രന്മാരുടെ വെളിപ്പെടൽ, ദൈവപുത്രൻ. ഓ, പണ്ടൊരു മനുഷ്യൻ ഫിലിപ്പിയായിൽ വെളിപ്പെട്ടപ്പോൾ, ഒരു സാധാരണ മനുഷ്യൻ ഫിലിപ്പിയായിൽ വെളിപ്പെട്ടപ്പോൾ, അന്ന് വരെ നിലവിലവിടെ ഓടിക്കൊണ്ടിരുന്ന ഒരു എതിർ ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി ഒരു പെൺകൊച്ചിനെ പിടിച്ചു നിർത്തിയായിരുന്നു അതിൻ്റെ പ്രഹരം നടത്തിക്കൊണ്ടിരുന്നത്. ഒരു മനുഷ്യൻ, ഒരു ദൈവപുത്രൻ യൂറോപ്പിൻ്റെ മണ്ണിൽ ഫിലിപ്പിയ ദേശത്ത് ഒറ്റയ്ക്കൊന്ന് വെളിപ്പെട്ടപ്പം, ഓ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? യൂറോപ്പിൻ്റെ മണ്ണിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒന്ന് വെളിപ്പെട്ടപ്പോൾ അവിടെ ഇതാ ഇരുട്ടിൻ്റെ ശക്തികൾ നിലവിളിച്ച് പറയുന്നു, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസൻ, രക്ഷാമാർഗം പറയുന്നവൻ, ഇവൻ്റെ മുമ്പിൽ നിൽക്കാൻ വയ്യ, ഇവൻ്റെ മുമ്പിൽ നിൽക്കാൻ വയ്യ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് വെളിപ്പെട്ടാൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ വയ്യ, നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് 2 അറിവില്ലാതെ നിങ്ങൾക്ക് വെളിപ്പെടാൻ പറ്റില്ല. ഒന്നാമത്തെ അറിവ്, സകലവും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. 2, ഇനി എൻ്റെ വെളിപ്പാടിന് വേണ്ടി എല്ലാം കാത്തിരിക്കുക. ഞാനൊരു സൊല്യൂഷനാ. ഒന്ന് പറഞ്ഞേ, ഞാനൊരു സൊല്യൂഷനാ. ഉറക്കെ പറഞ്ഞേ, ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്കല്ല, ഞാനൊരു സൊല്യൂഷനാ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞാനൊരു ചോദ്യമല്ല, ഞാനൊരു ഉത്തരമാണ്. ഹല്ലേലൂയ. ഞാൻ ചെന്നാൽ അവിടെ വിഷയം തീരും. നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കട്ടെ, നിങ്ങളിരിക്കുന്ന യേശു ഉണരട്ടെ. ഞാൻ ചെന്നാൽ അവിടെ വിഷയങ്ങൾ തീരും. ഹല്ലേലൂയ. വിഷയമാണോ? ഞാൻ വരാം. ഞാൻ വരാം. ഐ വിൽ കം ദേർ. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വന്നാൽ തീരാത്ത വിഷയങ്ങളില്ല അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷയമാണെന്ന് കേൾക്കുമ്പോൾ ഓടി ഒളിക്കല്ലേ, വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ വെളിപ്പെട്ടാൽ നിങ്ങളുടെ വെളിപ്പാടിൽ തീരാത്തതായിട്ടൊന്നുമില്ല. സർവ സൃഷ്ടി, മുഴുവൻ സൃഷ്ടിയും, അണ്ടഘടാകത്തിലുള്ള മുഴുവൻ കാര്യവും നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുക. എത്ര പേര് കേൾക്കുന്നു? ഹല്ലേലൂയ. ലോകത്തിലുള്ള മുഴുവൻ കാര്യവും അതിൻ്റെ അകത്ത് ഉൾപ്പെടാത്ത വല്ല ഉണ്ടോ? നിങ്ങളുടെ വിഷയം ലോകത്തിലുള്ളതാണോ? ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള, അതിനപ്പുറത്ത് എന്നാ പറയേണ്ടത്? നിങ്ങളുടെ വിഷയം ലോകത്തിലുള്ളതാണോ? ദുബായിലുള്ളതാണോ എന്നല്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, ലോകത്തിലുള്ളതാണോ നിങ്ങളുടെ വിഷയം? അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് അഴിക്കാനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക.
അത് നിങ്ങളുടെ വെളിപ്പാടോടുകൂടെ തീരാത്ത വിഷയമില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞു, എൻ്റെ വെളിപ്പാടോടുകൂടെ തീരാത്ത വിഷയമില്ല. ഞാനൊന്ന് വെളിപ്പെട്ടാൽ തീരാത്ത വിഷയമൊന്നുമില്ല. ഓടി ഒളിക്കാനുള്ള സമയമല്ല, കയറി നിൽക്കാനുള്ള സമയമായത്. ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. ഉൾവലിയാനുള്ള സമയമല്ല, ഓടി ഒളിക്കാനുള്ള സമയമല്ല, നെഞ്ചും നെറ്റിയും വരിച്ച് തൻ്റെ ഇടത്തോടെ കയറി നിൽക്കാനുള്ള സമയമാ. കയറി നിൽക്കണമെങ്കിൽ 3 കാര്യം നിങ്ങൾ അറിയണം. 1, എൻ്റെ കർത്താവ് സകലത്തെയും കീഴ്പ്പെടുത്തിയതാ. 2, മുഴുവൻ കാര്യവും എൻ്റെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കയാ. മുഴുവൻ കാര്യവും ഉറക്കെ പറഞ്ഞു, ലോകത്തിലുള്ള മുഴുവൻ കാര്യവും. ഏത് പൂട്ടും നിങ്ങൾ തുറക്കും, ഏത് പൂട്ടും നിങ്ങൾ തുറക്കും. ഹല്ലേലൂയ. ഞാൻ അടുത്ത പദം പറയുമ്പോൾ ആരാധന ഏറ്റെടുക്കുന്നത് എനിക്കറിയത്തില്ല. നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കപ്പെടും. നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു അവ മോചിക്കപ്പെടും. നിങ്ങളുടെ ആരുടെ പാപത്തെ പൊറുക്കുന്നു അത് പൊറുക്കപ്പെടും. കെടുക്കുന്നത് കെടുപ്പെടും, പൊറുക്കുന്നത് പൊറുക്കപ്പെടും. പാപമോചനത്തിനുള്ള അധികാരം ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു അവരെ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു യോഹന്നാനിൽ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കെടുത്തിയാൽ കെടും. ഹല്ലേലൂയ. നിങ്ങൾ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെടും. പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ആരും അഴിക്കാതെ വണ്ണം തുറക്കാനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാനും കഴിവുള്ളവൻ്റെ താക്കോൽ ഇപ്പം നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങളുടെ കൈ തന്നിരിക്കുകയാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞത്, എൻ്റെ കൈ തന്നിരിക്കുകയാണ്. മടിക്കാതെ പറയുക, എൻ്റെ കൈ തന്നിരിക്കുകയാണ്. കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിന് ആരാധന കൊടുക്കുക. ഇന്ന് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ എന്തോ പുലമ്പുകയല്ല. നിങ്ങൾ വെളിപ്പെട്ടാൽ തീരാത്ത വിഷയങ്ങളില്ല. ഇന്ന് നിങ്ങളൊന്ന് എഴുന്നേക്കുക. നിങ്ങളിരിക്കുന്ന ക്രിസ്തു വന്ന് എഴുന്നേക്കുക. ബ്രദർ, ഞങ്ങൾ വലിയ കുടുംബ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ആന്നോ? ഇന്ന് ഈ ആലോചന അങ്ങ് ഏറ്റെടുത്തു. നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുക കുടുംബ പ്രശ്നം. നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുക കുടുംബ പ്രശ്നം. നിങ്ങൾ വെളിപ്പെട്ടാൽ തീരാത്ത വിഷയങ്ങൾ അവിടെ ഇല്ല. നിങ്ങൾ വെളിപ്പെട്ടാൽ തീരാത്ത വിഷയങ്ങൾ ആ വീട്ടിലില്ല. ഞാൻ ആ മകളോടാ സംസാരിക്കുന്നത് ഇപ്പം. ഞാൻ ആ മകളോടാ സംസാരിക്കുന്നത്. ഐ ആം സ്പീക്കിംഗ് ടു യു. യെസ്, ഞാൻ നിന്നോടാ സംസാരിക്കുന്നത്, നിനക്കറിയാം. ആണോ? കൈ ഉയർത്തിക്കേ. ആണോ? ദിസ് പേഴ്സൺ വൈൻ ഷർട്ട് ഷോള്, വൈൻ റെഡ് ഷോൾ ഇട്ടിരിക്കുന്നത്, റെഡ്. യു ആർ ദാറ്റ് പേഴ്സൺ. എഴുന്നേക്ക. എന്താ പേര്? ഞാൻ ഈ വചനം രമ്യയോടാ സംസാരിക്കുന്നത്. രമ്യക്ക് മനസ്സിലായല്ലേ? നീ ഒന്ന് റവീലായ തീരാത്ത വിഷയമൊന്നുമില്ല. ഇന്ന് ഇങ്ങോട്ട് നോക്കി, കരയല്ലേ, ഇങ്ങോട്ട് നോക്കാം. കമാ, ഇങ്ങോട്ട് നോക്കാം. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ആരൊക്കെ അത്ഭുതം സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത 2.25 മണിക്കൂറിനപ്പുറത്ത് നിന്റെ കണ്ണാലെ ഈ വചനത്തിന്റെ അത്ഭുതം നീ കണ്ടിരിക്കും. 2.5 വർഷമല്ല, 2.5 ദിവസമല്ല, 2.25 മണിക്കൂറിനകത്ത് ഇതിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ദൂരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ഏറ്റെടുത്തോ. വേണ്ടെന്ന് പറഞ്ഞിടത്ത് നിനക്ക് വിളി വരാൻ പോവാ. ഇല്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് വഴി നിനക്ക് തുറക്കാൻ പോവാ. ഓ ജീസസ്. ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് റിവീലായാൽ തീരാത്ത വിഷയങ്ങളില്ല. When you reveal, it's not you revealing, but the Son of God. Sons of God, revealing of the sons of God. ദൈവപുത്രന്മാരുടെ വെളിപ്പെടലാണ്. ഒന്ന് പറഞ്ഞേ, ദൈവപുത്രന്മാരുടെ ഉറക്കെ പറ, ദൈവപുത്രന്മാരുടെ ഒച്ചത്തിൽ പറ, ദൈവപുത്രന്മാരുടെ വെളിപ്പെടലാണ്. ഞങ്ങളുടെ വീട്ടിലെ മകൻ്റെ കാര്യം ഇച്ചിരി വലിയ സ്ട്രഗിൾ ഇരിക്കുക. Struggle is not the time to struggle, it's the time to reveal. Come on. Hallelujah. ബ്രദറെ, ഞങ്ങൾ ഒരു വലിയ ബുദ്ധിമുട്ടിലിരിക്കുക. ബുദ്ധിമുട്ടാനുള്ള സമയമല്ല ഇത്, വെളിപ്പെടാനുള്ള സമയമായത്. ഓ ഹല്ലേലൂയ. ഇരുട്ട് കാണുമ്പോഴേ ഓർത്തോണം, ഇതെൻ്റെ ടൈമാ. ഇരുട്ട് കാണുമ്പോഴേ ഓർത്താണ്, എൻ്റെ ടൈമാ. കാരണം വെറുതെ ആണോ എന്നെ പ്രകാശമാക്കി നിർത്തിയിരിക്കുന്നത്? എന്നെ പ്രകാശമാക്കിയാൽ എന്നെ ഒരു ഗുണം വേണ്ടേ? അതിനു വേണ്ടിയാ ഇരുട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ നടുവിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഓ ഹല്ലേലൂയ.
തുടങ്ങി 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 തുടങ്ങി. ഈ വചനം ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങി. ഈ വചനം ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങി. ഈ വചനം ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങി. വേണ്ടിയവർ മാത്രം ഏറ്റെടുക്കാൻ തുടങ്ങിക്കോ. വേണ്ടിയവർ മാത്രം ഏറ്റെടുക്കാൻ തുടങ്ങി. ജീസസ്, ജീസസ്. ഈ വീക്കെൻഡ് നിങ്ങൾക്കൊരു സാധാരണ വീക്കെൻഡ് അല്ല. ഞാൻ ആവർത്തിച്ചുറപ്പിക്കട്ടെ, ഈ വീക്കെൻഡ് നിങ്ങൾക്കൊരു സാധാരണ വീക്കെൻഡ് അല്ല. നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ നിങ്ങൾ ആയിരിക്കുന്ന പ്രൊഫഷനിൽ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം കാണുമ്പോൾ ഓർത്തോണം, വേറൊന്നുമല്ല, the revealing of the sons of God. ദൈവപുത്രന്മാരുടെ വെളിപ്പാടാ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടാ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടാ. ദൈവപുത്ര സ്വീകരിച്ചോ. ഓ, ആ വചനം ഇറങ്ങുന്നു, വചനം ഇറങ്ങുന്നു, ആ വചനം ഇറങ്ങുന്നു, വചനം ഇറങ്ങുന്നു, വചനം ഇറങ്ങുന്നു, വചനം ഇറങ്ങുന്നു, വചനം ഇറങ്ങുന്നു, വചനം ഇറങ്ങുന്നു. അവരെ വിളിച്ചു പറയുക, വചനം അവർക്ക് വേണ്ടി ഇറങ്ങുന്നു. ചേച്ചി, നിങ്ങൾക്ക് വേണ്ടി ഈ വചനം ഇറങ്ങുന്നുണ്ട്. യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. എഴുന്നേൽപ്പിച്ചോണ്ട് വാ, എഴുന്നേൽപ്പിച്ചോണ്ട് വാ, എഴുന്നേൽപ്പിച്ചോണ്ട് വാ. ചേച്ചി എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ. ചേച്ചിയോട് ഇത് പറയാൻ കർത്താവ് പറയുന്നു, എന്റെ അടുത്തോട്ട് വാ. വരിക, 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 വരിക. ഓ ജീസസ്. Oh, Jesus, Jesus, Jesus. Revealing of the sons. Revealing of the sons of. Oof! Get out. ഇവളിനി മറഞ്ഞിരിക്കാനുള്ളവളല്ല, ഇവള് വെളിപ്പെടാനുള്ളവളാ. ഓ, ഇവളിനി മറഞ്ഞിരിക്കാനുള്ളവളല്ല, ഇവള് മറഞ്ഞിരിക്കാനുള്ളവളല്ല, ഇവള് വെളിപ്പെടാനുള്ളവളാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആരോടൊക്കെയോ വളരെ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു. From heaven above with the wisdom, power and love, God is an awesome God. Our God is an awesome God. He reigns from heaven above with the wisdom, power and love. God is an awesome God. And Devar periyavarenam vaazhugire സ്നേഹവും ജ്ഞാനവും എന്നും നിറഞ്ഞവനാ. എൻ ദൈവം വലിയവനെന്നും വാഴുന്നു, ശക്തിയും സ്നേഹവും ജ്ഞാനവും. ഞങ്ങളൊരു വലിയ സത്യം തിരിച്ചറിയുന്നത് വേറൊന്നുമല്ല, ദൈവപുത്രനായ ദൈവപുത്രിയായ എൻ്റെ വെളിപ്പാടിനെ കാത്താണ് സർവഭൂമിയും എന്നിരിക്കുന്നത്. ഉലകത്തിലുള്ള സകല വിഷയത്തിൻ്റെയും സൊല്യൂഷൻ, ഉത്തരം ദൈവപുത്രന്മാരുടെ വെളിപ്പാട് മാത്രമാണ്. എഡ്യൂക്കേഷൻ ഫീൽഡ്, മെഡിക്കൽ ഫീൽഡ്, ആരോഗ്യത്തിൻ്റെ മേഖലകൾ, ഓരോ മേഖലകളിലുമുള്ള പൊല്യൂഷനുകൾ മാറിപ്പോട്ടെ. അതിനുവേണ്ടി തിരിച്ചറിവുള്ള ദൈവപുത്രന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് നന്ദി. അവരുടെ സിറ്റുവേഷനെ മാറ്റിമറിക്കാനുള്ള അധികാരം അവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നതിനാണ് സ്തോത്രം. ശരിക്കും ദൈവപുത്രന്മാർ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു കെട്ടഴിച്ചു എന്ന അറിവ് കൊടുക്കുകയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് കൂട് തുറന്നു വിട്ട് സ്വാതന്ത്ര്യപ്പെടുത്തുന്ന വലിയ ശുശ്രൂഷ ഇന്ന് ഈ നിന്റെ മക്കളുടെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളിലും അത് കൃപയായി വർദ്ധിക്കട്ടെ. അതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ ആരാധന.